നമുക്കിന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? ഇതൊരു ഡെസേർട്ടായിട്ടോ സ്നാക്സ് ആയിട്ടോ യൂസ് ചെയ്യാം. ഇത് ഭയങ്കര സോഫ്റ്റാണ്. വായിലിടുമ്പോൾ തന്നെ അതങ്ങ് അലിഞ്ഞ് മെൽട്ടായി ഭയങ്കര ടേസ്റ്റാണ്. അതെനിക്ക് പറയാനറിയത്തില്ല. നിങ്ങളത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ആദ്യം നിങ്ങൾ ഒരളവ് പാത്രം എടുക്കണം. അതായത് ഇതുപോലൊരു ബൗളാണ് ഞാൻ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബൗളാണ് ഞാൻ അളവായിട്ട് എടുക്കുന്നത്. ആദ്യം ഈ ഒരു ബൗൾ നിറയെ നമുക്ക് ഗോതമ്പ് മാവ് എടുക്കാം. ഗോതമ്പ് മാവ് എല്ലാവരുടെയും വീട്ടിലുള്ളത് തന്നെയാണ്, അതായത് ആട്ടപ്പൊടി അത് തന്നെയാണ്. അതൊരു ബൗൾ നിറയെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാനിലാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് കടലമാവും കൂടി എടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ ഹീപ്ഡായിട്ട് നമുക്ക് പാൽപ്പൊടി എടുക്കാം. 2 or 3 ടേബിൾ സ്പൂൺ എടുക്കാം, തെറ്റില്ല. എന്നിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ അരിച്ചൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ആ സ്പൂൺ കൊണ്ട് തന്നെ ആ പാനിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. നല്ലപോലെ മിക്സ് ആയതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ റെസിപ്പി ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. ഞാനപ്പോൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ 100% സക്സസ് ആയി ഇത് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ കരുതി ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ. എപ്പോഴും നമ്മളെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടോ ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടി നമുക്കിനി ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതായത് ഗോതമ്പ് മാവ്, കടലമാവ്, പാൽപ്പൊടി, ഒരു നുള്ളുപ്പ്, ഒരു 1/4 കപ്പ് നെയ്യ്, 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഇത്രയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ആയതിനു ശേഷം നമുക്കൊന്ന് ഗ്യാസിൽ വെച്ച് കത്തിക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുക്കണം, അതാണ് ഇതിൻ്റെ മെയിൻ. ഇതൊരു 5-10 മിനിറ്റിനകത്ത് തന്നെ ഇത് സംഭവം റെഡിയാവും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിരിഞ്ഞ് വരുന്നൊരു പരുവം വരും. അപ്പം നമുക്ക് ഗ്യാസിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതുപോലെ വരുമ്പോഴത്തേക്കും തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒന്ന് തിക്കായിട്ട് വരും. അത് കഴിഞ്ഞ് അതൊന്ന് ലൂസാവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ലൂസാവും. സംഭവം ഒരു ബ്രൗൺ കളറായി. ഇനിയും കുറച്ചും കൂടി ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരത്തെ കാണിച്ച ആ സെയിം കപ്പിൽ 1/4 കപ്പ് പഞ്ചസാര ഒരു മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ച് വെക്കുക. ഇതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ പഞ്ചസാര 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കയും കൂടിയാണ് പൊടിച്ചത്. ഇത്രയും പൊടിച്ച് ഞാനിതിലേക്ക് തട്ടി ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല, ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. ഗ്യാസിനെ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ആദ്യം നമുക്കിതുപോലെ ഇങ്ങനെ യോജിക്കാണ്ട് വരും. പക്ഷേ കണ്ടിന്യൂസ് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ടെക്സ്ചറിൽ ആ പഞ്ചസാര ചെറുതായിട്ടൊന്ന് മെൽട്ടായി ആ ചൂടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ ചൂടിലിരുന്ന് നല്ലപോലെ ഈ മിക്സ്ചർ ഒന്ന് ഉരുണ്ട് വരും. ആ പരുവം എത്തുമ്പോൾ ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് അതിൽ നെയ്യ് തടവി നമുക്കതിലേക്ക് ഇത് മാറ്റാം. നിങ്ങളുടെ കയ്യിൽ ചതുരത്തിലുള്ള പാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി കട്ട് ചെയ്യുമ്പോൾ ഭംഗി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വട്ടത്തിലുള്ളൊരു പാത്രമേ ഉള്ളൂ, അതായാലും മതി. അതിലേക്ക് നമുക്കിതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇട്ടിട്ട് ഇതുപോലെ. ഇതിപ്പോൾ ഞാൻ ഒരു തവണയല്ല എൻ്റെ വീട്ടിൽ ഈ ഒരു സംഭവം ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഓരോ തവണ ഉണ്ടാക്കുമ്പോഴും ഇത് തീർന്നു പോകുന്ന വഴി അറിയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്, ഭയങ്കര രുചിയാണിത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. നമ്മൾ നല്ല നെയ്യൊക്കെ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ആ പാത്രത്തിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതിന് മുകളിൽ ക്രാക്കൊന്നും ഇല്ലാതെ നമ്മളിതുപോലെ സോഫ്റ്റായിട്ടൊന്ന് തടവി കൊടുക്കാം. നല്ലപോലെ തടവിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും പിസ്തയും ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പൊടിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾക്ക് ബദാമോ പംകിൻ സീഡോ ഫ്ലാക്സ് സീഡോ എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യാം. ഇങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് അത് ഇളകിപ്പോവും. അതുകൊണ്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലൊക്കെ ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്യുമ്പോൾ ഇത് പിന്നെ ഇളകി പോകത്തില്ല. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഈ മിക്സ്ചറിന്. അതുകൊണ്ട് ഞാനിതിനെ ഒരു 10-15-20 മിനിറ്റോളം, മാക്സിമം 20 മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണ്. നല്ല കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബട്ടർ പേപ്പറിൽ നിന്ന് ആദ്യം ഇതിനെ വിടുവിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നല്ല എളുപ്പത്തിൽ ബട്ടർ പേപ്പറിൽ നിന്ന് അതിനിങ്ങനെ വിടുവിച്ചെടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുത്താൽ മതി.
അത് തന്നെ ഇളകിക്കോളും. എന്നിട്ട് നമുക്കിതിനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലപോലെ കട്ട് ചെയ്യാനും പറ്റും. അത്യാവശ്യം ഞാനിത് ഫ്രീസറിൽ വെച്ചെടുത്തത് കൊണ്ട് പെട്ടെന്ന് കിട്ടി. പുറത്ത് വെച്ചിട്ടാണെങ്കിൽ കുറച്ചധികം സമയം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് കട്ട് ചെയ്യാൻ ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മുറിഞ്ഞു പോവോ ഒന്നും ചെയ്യത്തില്ല. നല്ലപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലപോലെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു ബർഫിയാണിത്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മക്കൾക്ക് കൊടുക്കാം. അവർക്ക് പിന്നെ കൊടുക്കേണ്ട താമസം, അവരത് മുഴുവൻ കാലിയാക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച്.